ശ്രീ ഷിജു ഖനിപ്പ അങ്ങ് നേരത്തെ പറഞ്ഞു ഒരു ചർച്ച കൊണ്ടൊരു പരിഹാരം ഉണ്ടാകില്ല എന്ന്. എത്ര ചർച്ചകളിൽ അങ്ങ് തന്നെ ഭാഗഭാക്കാക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഗൗരവത്തോടെ നമുക്കിത് തുടർ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന്. നമ്മൾ അങ്ങനെ ഒരു തുടർ ചർച്ച നടത്തുന്ന ഒരു സമൂഹമാണെങ്കിൽ എത്ര വെള്ളക്കെട്ടുകൾ, എത്ര പ്രശ്നം, ഇതിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടും ഈ ഒരു പോയിന്റ് കണ്ടെത്തുകയും അതിന് പരിഹാരം കണ്ടെത്തിയിട്ടും ഉണ്ടാകില്ലേ? വാസ്തവത്തിൽ UDFിൻ്റെ പ്രതിനിധി ഏറ്റവും അവസാനം പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ സ്കൂബ ഡൈവിംഗ് ടീമാണെങ്കിലും NDRF ആണെങ്കിലും നമ്മുടെ ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസാണെങ്കിലും വളരെ ശക്തമായ ആത്മാർത്ഥമായ ശ്രമം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പ്രത്യേക പരിശീലനം സിദ്ധിച്ച വിദഗ്ധരടങ്ങുന്ന ടീം ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സ്വന്തം ജീവന് തന്നെ അതിനപ്പുറത്തേക്കാണ് മറ്റൊരാളുടെ ജീവൻ എന്ന് കണ്ട് ജോലി ചെയ്യാണ്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നത് ഞാൻ പ്രത്യേകം അതിനോട് യോജിക്കുകയാണ്. രണ്ടാമത്തെ ഇവിടുത്തെ വിഷയം അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചു. കോർപ്പറേഷൻ ഇടപെട്ട് ഈ കാര്യത്തിൽ പരിഹാരം കാണുന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടേണ്ടിയിരുന്നില്ലേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ഇവിടെ ചോദിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ഇത് കാണുന്ന പ്രേക്ഷകരടക്കം അക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്ന ആ ഭാഗം, പ്രത്യേകിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ റെയിൽവേ ആ തോടിന് മുകളിൽ, യഥാർത്ഥത്തിൽ തോടിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത ശേഷമാണ് ഇതിനു മുകളിൽ റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 5 പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ ഏതാണ്ട് 12 പിന്നീട് പിറ്റ് ലൈനുകൾ ഇതിൻ്റെ മുകളിലൂടെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. 5 പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ 12 പിറ്റ് ലൈനുകൾ ഇതിൻ്റെ മുകളിലൂടെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പുറമേ നിന്ന് കാണുന്ന തോടിൻ്റെ വീതിയല്ല അകത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്, അത് ചുരുങ്ങി വരുന്നതായിട്ടും അവിടെ എന്തെങ്കിലും തടസ്സങ്ങളോ മാലിന്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ അതടക്കം നമുക്ക് നീക്കം ചെയ്യേണ്ടി വരും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ഇപ്പോൾ മഴക്കാലമാണ് തിരുവനന്തപുരത്ത്. ഇപ്പോൾ ഞങ്ങളൊക്കെ വർഷങ്ങളായി തിരുവനന്തപുരത്ത് ജീവിക്കുന്നവരാണ്. മഴക്കാലത്തെ കെടുതികൾ, പ്രത്യേകിച്ച് വെള്ളക്കെട്ടടക്കം തമ്പാനൂരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന നിലയിൽ കത്ത് കൊടുക്കുന്നു, കോർപ്പറേഷൻ കത്ത് കൊടുത്തു. അതിനുശേഷം മന്ത്രിയടക്കം പങ്കെടുത്തുകൊണ്ട് പ്രത്യേകമായ യോഗം ചേരുന്നു. ആ യോഗത്തിൽ റെയിൽവേയുടെ പ്രതിനിധികൾ അവിടെ പങ്കെടുക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ പാഴ്സൽ ഓഫീസിന് സമീപം റെയിൽവേ ഡിവിഷണൽ റീജിയണൽ മാനേജർക്കാണ് നോട്ടീസ് അയച്ചത്. അപ്പോൾ തോടിൻ്റെ വിവിധ ഭാഗങ്ങൾ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്ത റെയിൽവേക്കായിരുന്നു. കത്തയക്കുക മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തന്നെ ഇനിഷ്യേറ്റീവിൽ പ്രത്യേക യോഗങ്ങൾ ചേർന്നു. ഇവിടെ റെയിൽവേക്ക് ഒരു മരാമത്ത് വിഭാഗം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റെയിൽവേയുടെ മരാമത്ത് വിഭാഗമുണ്ട്. അപ്പോൾ അവിടെ പണി ചെയ്യണമെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷൻ റെഡി ആണെങ്കിലും അതിന് പ്രത്യേകമായ പെർമിഷൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാവണം.